റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കാത്തതിൻ്റെ പ്രധാന കാരണം താൻ തന്നെ അവിടെ പറയുന്നു, സുവിശേഷം ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇപ്പോൾ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ദൈവശക്തിയാണ് സുവിശേഷം. സുവിശേഷം പറയുന്നവൻ ദൈവശക്തിയെ തുറന്നു വിടുന്നു. സുവിശേഷം പ്രസംഗിക്കുന്ന ഇടത്ത് ദൈവശക്തിയുടെ വലിയ പ്രകടനം നടക്കുന്നു. സുവിശേഷം ദൈവശക്തിയെ വഹിക്കുന്ന സന്ദേശമാണ്. സുവിശേഷം കേൾക്കുന്ന വ്യക്തി ദൈവശക്തിയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. സുവിശേഷം പറയുന്നയാൾ ദൈവശക്തിയെ തുറന്നു വിടുന്നു. സുവിശേഷം പറയുന്ന ദേശം ദൈവശക്തി കൊണ്ട് നിറയുന്നു. സുവിശേഷം അറിയുന്ന വീട് ദൈവശക്തിയുടെ നിറകുടമായി മാറുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന രാജ്യം ദൈവശക്തിയുടെ പാർപ്പിടമായി മാറുന്നു. സുവിശേഷം കേൾക്കുന്ന വ്യക്തികൾ എല്ലാം സുവിശേഷത്തിൻ്റെ ശക്തിയാൽ സ്വാധീനിക്കപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ സുവിശേഷം മുമ്പിൽ നിരത്തുന്ന ഓഫറുകളല്ല. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിയാണ്. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ രോഗശാന്തിയല്ല. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ ഭൂതശാന്തിയല്ല. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ സാമ്പത്തിക വിടുതലല്ല. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകും എന്നുള്ളതല്ല. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിത ഭാവി ഉണ്ടാകുമെന്നല്ല. അത് വേറെ കാര്യങ്ങളിലൂടെയൊക്കെ നടക്കും. രോഗശാന്തിക്ക് ആശുപത്രികളുണ്ട്, ആശുപത്രിയിൽ രോഗശാന്തികൾ നടന്നേക്കാം. വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കാൻ സാമ്പത്തികമുള്ളവർ സമ്പത്ത് കൊടുത്താൽ വീടുകൾ ഉണ്ടായേക്കാം. വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നല്ല വിവാഹാലോചനകൾ വന്നാൽ വിവാഹം ഉണ്ടായേക്കാം. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ ഇതൊന്നുമല്ല. സുവിശേഷത്തിൽ ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. എന്താണ് വാസ്തവത്തിൽ ഈ ദൈവശക്തി ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്? ഇന്നലെ ഞാൻ വ്യക്തമാക്കിയത് സുവിശേഷം ദൈവശക്തിയാണ്. എന്നാൽ സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവശക്തി എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകും. എത്ര പേര് ഇന്ന് രാത്രി അത് കേൾക്കുവാൻ തയ്യാറായിട്ടുള്ളവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചുകൊണ്ട്, ദൈവശക്തിയാണ് സുവിശേഷം കേൾക്കുന്നവൻ സുവിശേഷത്തിന് ദൈവശക്തിയെ സ്വീകരിക്കുന്നു. ആ ദൈവശക്തി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണ്? ഈ വാക്യത്തിൽ തന്നെ അതുണ്ട്. ദയവായി നിങ്ങൾ ഈ വാക്യത്തിൻ്റെ 1-ാം ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. 17-ാമത്തെ വാക്യം കൂടെ ഞാൻ ചേർത്തെടുത്താൽ ഈ ആശയം കൂടുതൽ വ്യക്തമാക്കും. അതിൽ എന്ന വാക്ക് മേളത്തതിനോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കും. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. റിസൾട്ടാണ് ഇൻവെർട്ടഡ് കോമയിൽ ഉദ്ധരണിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ വായിച്ചത് റോമർ 1:17 വാക്യമാണ്. റോമർ 1:16 നാം കേട്ടത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാകുന്നു. ഇപ്പോൾ 2-ാമത്തെ ഭാഗത്താണ് നമ്മൾ കേട്ടത്. ആ സുവിശേഷത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിക്കുന്നു. എന്താണ് ഏറ്റവും വലിയ കാര്യം? ആ കാര്യമാണ് നമ്മൾ കേട്ടത്. അതിൽ സുവിശേഷത്തിൽ മാത്രം, അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞാൽ ആശയം കൂടുതൽ വ്യക്തമാകുമായിരിക്കും. സുവിശേഷത്തിൽ മാത്രം, മറ്റൊന്നിലുമില്ലാത്ത ഒരു കാര്യം സുവിശേഷത്തിൽ മാത്രം സംഭവിക്കുന്നു. എന്താണ് ആ കാര്യം? കൗതുകത്തോടെ ആ വാക്യത്തെ ആരായൂ. 17-ാമത്തെ വാക്യം, അതിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പം സുവിശേഷത്തിനകത്ത് ദൈവശക്തി, ഞാൻ ഇന്നലെ പറഞ്ഞു സുവിശേഷത്തിനകത്ത് വലിയ ദൈവശക്തിയുണ്ട്. ഇന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്, ആ സുവിശേഷത്തിനകത്ത് ദൈവശക്തി ഒരു വ്യക്തിയെ എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ആദ്യ ഭാഗത്തിൽ അതിനെ വിശദീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി കാഴ്ചയാലുള്ള ജീവിതത്തിൽ നിന്ന് വിശ്വാസത്താലുള്ള ജീവിതത്തിലേക്കാണ് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത്. അതാണ് ആ വാക്യത്തിൽ നമ്മൾ കണ്ടത്. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. 2 കാര്യം ആ വാക്യത്തിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. എന്താണ് വിശ്വാസം ഹേതുവായും എന്താണ് വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നത് എന്ന വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ നീതി, ശ്രദ്ധിക്കുക വാക്ക്, അതിൽ ദൈവത്തിൻ്റെ നീതി. കരമുയർത്തിയ പദം ഒന്ന് പറയാമോ? അതിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് രാത്രി ഹൈലൈറ്റ് ചെയ്ത് എല്ലാ മക്കളും ലോകരാജ്യങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് കേൾക്കേണ്ടിയത്. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി.
വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. സന്തോഷത്തോടെ എന്നോട് ചേർന്നതെന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് പതിയുമെന്ന് എനിക്ക് ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടെ ചേർന്ന് പറയൂ. ദൈവത്തിൻ്റെ നീതി, സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇതിൻ്റെ മൂന്നാം ഭാഗം ഞാൻ നാളെ വിശദീകരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇന്ന് രാത്രി ആവർത്തിച്ച് വിശദീകരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സുവിശേഷം ദൈവശക്തിയാണ്. ആ ദൈവശക്തി ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ നീതിയെ കൊണ്ടുവരുന്നു. ഇതാണ് ഇന്ന് രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സുവിശേഷം ദൈവശക്തിയാണ്. ആ ദൈവശക്തി ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ നീതിയെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ നീതിയെ കൊണ്ടുവരാൻ വേറൊന്നിനും കഴിയുകയില്ല. ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നിലവാരമാണ്. ഗാഡ്സ് റൈച്ചസ്നെസ് ഇസ് ഗാഡ്സ് സ്റ്റാൻഡേർഡ്. ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നിലവാരമാണ്. ദൈവത്തിൻ്റെ നിലവാരം മനുഷ്യനിലേക്ക് വരുത്തുവാൻ വേറെ ഒന്നിനും കഴിയുകയില്ല. കഴിയുന്ന ഏക കാര്യം സുവിശേഷത്തിന് മാത്രമാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അപ്പോൾ എന്താണ് സുവിശേഷം? ഈ ദൈവനീതിയെ കൊണ്ട് സാധാരണക്കാരന് അത്ര കണ്ട് ഈ നീതി 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 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന എനിക്ക് നീതി കിട്ടിയില്ല, ഞാനവിടെ ചെന്ന് എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള പദങ്ങളൊക്കെയാണ്. പക്ഷേ എന്താണ് ഇവിടെ വാസ്തവത്തിൽ സുവിശേഷം ദൈവനീതിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവനീതിക്കെതിരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമായി സുവിശേഷം ഒരു വ്യക്തിയിൽ നടത്തുന്ന ക്രിയ മനസ്സിലാകും. ദൈവനീതിക്കെതിരായിട്ടുള്ളത് സ്വയനീതിയാണ്. ഞാൻ ഒന്നുകൂടി ആ വാക്ക് വ്യക്തമാക്കാം. ദൈവനീതിക്കെതിരായിട്ടുള്ളത് സ്വയനീതിയാണ്. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തിയെ ദൈവനീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇങ്ങനെ പറയേണ്ടി വരും. സുവിശേഷം ഒരു വ്യക്തിയെ സ്വയനീതിയിൽ നിന്ന് ഇറക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ സുവിശേഷത്തിനകത്തുള്ള ആകർഷണം ഇതാണ്. സുവിശേഷം ഒരു വ്യക്തിയെ അവൻ്റെ സ്വയനീതിയിൽ നിന്ന് ഇറക്കുന്നു, ദൈവനീതിയിൽ കയറ്റി നിർത്തുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. സുവിശേഷം ഒരു വ്യക്തിയെ അവൻ്റെ സ്വയനീതിയിൽ നിന്ന്, നീതി പ്രവൃത്തിയിൽ നിന്നിറക്കി ദൈവനീതിയിലുള്ള വിശ്വാസത്താലുള്ള പ്രവൃത്തിയിലേക്ക് ഇറക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സുവിശേഷം ഒരു വ്യക്തിയെ അവൻ്റെ സ്വകാര്യ അഹന്തകളിൽ നിന്നിറക്കി സുവിശേഷം ആ വ്യക്തിയെ ദൈവീക നീതിക്ക് വിധേയനാക്കുന്നു. ഇതുപോലൊരു ക്രിയ ചെയ്യാൻ വേറെ ഒരു സന്ദേശത്തിനും കഴിയുകയില്ല. ഇതുപോലൊരു ക്രിയ ചെയ്യാൻ മറ്റൊന്നിനും കഴിയുകയില്ല. വേറെ എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന് ഇമ്പം വരുമാറ് ആശയങ്ങളെ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ സ്വയനീതിയെ അവനിൽ ഇടിച്ചിറക്കി അവനെ ദൈവനീതിക്കകത്തേക്ക് കൊണ്ടുവരുവാൻ വേറൊരു സന്ദേശത്തിനും കഴിയുകയില്ല. അത്ര കണ്ട് ഈ നാളുകളിൽ കേട്ട് പഴക്കം ചെന്നിട്ടില്ലാത്ത ഒരാശയമായിരിക്കാം ഞാൻ ഒരുപക്ഷെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഈ ആശയം കേൾക്കുമ്പോൾ വചനം എത്രത്തോളം അതിനെ പിന്താങ്ങുന്നുവെന്ന് എൻ്റെ കേൾവിക്കാർ ആഴത്തിൽ ഉറപ്പിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ? നാളിന്ന് വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും നോട്ടീസുകളിലും ഇവിടെ എന്നല്ല എല്ലായിടങ്ങളിലും ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്ന നോട്ടീസിലാകട്ടെ എല്ലായിടങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് യേശു സൗഖ്യമാക്കുന്നു. വളരെ നല്ലൊരു വാർത്തയാണ്. യേശു സൗഖ്യമാക്കുന്നു, യേശു കടഭാരം മാറ്റുന്നു, യേശു ശാപം മാറ്റുന്നു, യേശു ബുദ്ധിമുട്ടുകളെ മാറ്റുന്നു, യേശു ശാപം മുറിച്ചു മാറ്റുന്നു. ഇതെല്ലാം വളരെ നല്ല വാർത്തയാണ്. പക്ഷേ സുവിശേഷത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാതലായ സംഭവം ശാപമുക്തിയല്ല, പാപമുക്തിയല്ല. സുവിശേഷത്തിനകത്ത് ഏറ്റവും കാതലായ വിഷയം ഒരു മനുഷ്യനെ സ്വയനീതിയിൽ നിന്ന് ഇറക്കി ദൈവനീതിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര കണ്ട് പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, റോമർക്കെഴുതിയ ലേഖനത്തിലെ പ്രമേയം ഇത് തന്നെയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിലെ പ്രമേയം എന്നല്ല, പുതു നിയമത്തിൻ്റെ പ്രമേയം ഇതാണ്: വിശ്വാസത്താലുള്ള നീതീകരണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരമുയർത്തി എന്ന് പറയാമോ ആ പദം? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം സുവിശേഷം ശ്രമിക്കുന്നത് വിശ്വാസത്താൽ ഒരു വ്യക്തി ദൈവനീതിയെ സ്വീകരിച്ച് തൻ്റെ സ്വയനീതിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവനീതിയുടെ നിറവിറങ്ങി വരികയാണ് സുവിശേഷത്തിൻ്റെ അർത്ഥം. ഒരു വ്യക്തിയെ ദൈവനീതി കൊണ്ട് നിറയ്ക്കുകയാണ് സുവിശേഷത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വകാര്യ അഹങ്കാരത്തിൽ ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിച്ച് മതിച്ച് അർമാദിച്ച് നടക്കുന്ന ഒരു സാധാരണക്കാരനെ സുവിശേഷം താൻ ഒന്നുമല്ലെന്നും യേശുവിനെ കൂടാതെ താൻ ഒന്നുമല്ലെന്നും യേശു ഉണ്ടെങ്കിൽ താൻ എല്ലാം ഉണ്ട് എന്നുള്ള അറിവിലേക്കും കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. സ്വയപ്രയത്നത്തിൽ നിന്ന് ദൈവിക പ്രയത്നത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് എന്തിനെയാണെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ അറിഞ്ഞിരിക്കണമേ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തതും ശാസിച്ചതും ഭത്സിച്ചതും ദൂരെ അകറ്റി നിർത്തിയതും
പരീശന്റെ സ്വയനീതിയെ ആയിരുന്നു യേശുവിന് ഏറ്റവും കൂടുതൽ എതിർക്കുവാൻ കാരണമായി കണ്ടത്. സ്വയനീതിയെ ആയിരുന്നു. ഇത്ര വൈരാഗ്യത്തോടെയാണ് യേശു സ്വയനീതിക്കാരോട് സംസാരിച്ചിരിക്കുന്നതെന്ന് സുവിശേഷം ഉടനീളം വായിക്കുന്നവർക്ക് മനസ്സിലാകാം. സ്വയനീതിക്കാരനെ വെള്ള തേച്ച ശവക്കല്ലറ എന്ന് വിളിക്കുവാൻ കർത്താവിന് മടിയില്ലായിരുന്നു. സ്വയനീതിക്കാരനെ കിണ്ടിയുടെ പുറം വെളുപ്പിക്കുന്നു, അകമോ അളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് കർത്താവിന് മടിയില്ലായിരുന്നു. സ്വയനീതിക്കാരനെ സർപ്പസന്ധതി എന്ന് വിളിക്കുന്നതിൽ മടിയില്ലായിരുന്നു. സ്വയനീതിക്കാരനെ പാമ്പുകളെ എന്ന് വിളിക്കുന്നതിൽ മടിയില്ലായിരുന്നു. സ്വയനീതിക്കാരനെ വിധവകളുടെ വീടിനെ വിഴുങ്ങുന്നവനെ എന്ന് വിളിക്കുന്നതിൽ ദൈവത്തിന് മടിയില്ല. സ്വയനീതിക്കാരനെ കുഷ്ഠരോഗി എന്ന് വിളിക്കുന്നതിൽ കർത്താവിന് മടിയില്ലായിരുന്നു. അപ്പോൾ യേശു ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ എതിർത്തത് സ്വയനീതിയെയാണ്. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ ഉപമകളെല്ലാം അതിനോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. സ്വയനീതിയുടെ പുറംമോടിയെ തുറന്നു കാണിച്ച് ദൈവനീതിയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുവാനായി യേശു എന്തുമാത്രം ഉപമകൾ പറഞ്ഞു എന്നറിയാമോ? രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരുവൻ സ്വയനീതിയിൽ പുകഴുന്ന പരീശൻ, മറ്റവൻ ദൈവനീതിക്ക് വേണ്ടി വാഞ്ചിക്കുന്ന പാപി. സ്വയനീതിയിൽ പുകഴുന്ന പരീശൻ പ്രാർത്ഥിക്കുവാൻ പോയി പറഞ്ഞു, ഞാൻ ഇവനെ പോലെ അല്ലായികയാൽ അങ്ങയെ വാഴ്ത്തുന്നു. ഞാൻ നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നു, എനിക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ഞാൻ വളരെ ആത്മീയനാണ്. സ്വയനീതിക്കാരൻ്റെ ആ പ്രകടനം മുഴുവൻ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ യേശു ഇതാ ദൈവനീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഏറ്റവും പാപിയായ, ചുങ്കക്കാരനായ, ഏറ്റവും സമൂഹത്തിൽ അധമനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവതരിപ്പിച്ചിട്ട് പറയുന്നു, നീതിമാനെന്ന് വിചാരിച്ചവൻ അനീതിമാനായി, സ്വയനീതിമാനെന്ന് വിചാരിച്ചവൻ അനീതിമാനായി പോയി, എന്നാൽ നീതിമാനെന്ന് വിചാരിക്കാത്ത ഏറ്റവും പാപിയായി വന്നവൻ നീതിമാൻ തിരികെ പോയി. അപ്പോൾ വാസ്തവത്തിൽ യേശു പറഞ്ഞ സുവിശേഷത്തിൻ്റെ കണ്ടന്റ് എന്തായിരുന്നു? സ്വയനീതിയിൽ നിന്ന് ഇറങ്ങുക, ദൈവനീതിയിലേക്ക് കയറുക. 4 ഉപമകൾ യേശു ഒരുമിച്ച് പറയുന്ന സ്ഥലമാകട്ടെ, 8 ഉപമകൾ പറയുന്ന സ്ഥലമാകട്ടെ, മത്തായി സുവിശേഷത്തിലെ 12 ഉപമകളാകട്ടെ, ഏത് അപഗ്രഥിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയൂ, യേശു പറയാൻ ആഗ്രഹിച്ച സന്ദേശം വേറൊന്നുമല്ല. സ്വയനീതിയുടെ പരാജയം തിരിച്ചറിയൂ, ദൈവനീതിയിലേക്ക് ഓടി അടുത്തു വരൂ. ഇന്നും എന്നും സുവിശേഷത്തിൻ്റെ സന്ദേശം ഇത് തന്നെയാണ്. യേശു പ്രസംഗിച്ച സുവിശേഷം ഇതാണ്. അപ്പോസ്തലന്മാർ പ്രകീർത്തിച്ച സുവിശേഷം ഇതാണ്. സ്വയനീതി വിട്ട് ദൈവനീതിയിലേക്ക് വരൂ. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷത്തിൻ്റെ ദൈവശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വയനീതിയിൽ നിന്ന് ദൈവനീതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രമേയത്തിൻ്റെ പ്രധാന ആശയത്തിലേക്ക് കൊണ്ടുവരാം നിങ്ങളെ. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസ സമൂഹം ഒന്നടങ്കം ഒറ്റ വാക്കിൽ പറയുന്നതാണ്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവത്തെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. ആ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഞാനൊരു ഭാഗം പ്രധാനമായിട്ട് അവിടെ നിന്ന് എടുത്ത് കാണിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ ആ വാക്ക് ദയവായി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ 10-ാമത്തെ വാക്യം നോക്കൂ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. റോമർ 10:10 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അപ്പോൾ സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ ഇതാണ്. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന സമൂല മാറ്റത്തിൻ്റെ ആരംഭ ഭാഗമാണ് ഈ വാക്യം. സുവിശേഷം ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? അതാ ഈ വാക്യം. സുവിശേഷം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവനീതിയെ കൊണ്ടുവരും. അതാ വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും എന്ന് പറഞ്ഞാൽ സ്വയനീതിയുടെ പരാജയം അറിഞ്ഞയാൾ ദൈവനീതിക്ക് വേണ്ടി ദൈവത്തെ വിശ്വസിക്കുകയാണ് സുവിശേഷത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ ചെയ്തെടുക്കുന്ന രൂപാന്തരം. നല്ലായി ഒന്ന് ശ്രദ്ധിക്കൂ. സുവിശേഷം എന്താ ചെയ്യുന്നത് നോക്കൂ. റോമർ 10:10 നല്ലതായിട്ട് ശ്രദ്ധിക്കൂ. ദൈവനീതിയിലേക്ക് സുവിശേഷം കൊണ്ട്, ഹൃദയം കൊണ്ട് നീതിക്കായി. നോക്കൂ, ഹൃദയം കൊണ്ട് നീതിക്കായി. ചേർന്നൊന്ന് പറയാമോ ആ പദം? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. എന്തിനാ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഈ വാക്യം ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഈ ആശയം വ്യക്തമായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്വയനീതിയുടെ പരാജയം അറിഞ്ഞ മനുഷ്യൻ സ്വയനീതിയുടെ പരാജയത്തിൽ കിടന്നുകൊണ്ട്
ഓ ദൈവമേ, അങ്ങയുടെ നീതി അല്ലാതെ എന്നെ മറ്റൊന്നും സ്വാതന്ത്ര്യപ്പെടുത്തുകയില്ല എന്നറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അതാ ഈ വാക്യത്തിൽ കണ്ടത്. ഹൃദയം കൊണ്ട് ദൈവനീതിക്ക് വേണ്ടി വിശ്വസിക്കണം. അപ്പം അങ്ങനെ ഹൃദയം കൊണ്ട് ദൈവനീതിക്ക് വേണ്ടി വിശ്വസിക്കുമ്പോൾ റോമർ 1:16 പറയുന്ന സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷത്തിനകത്തുള്ള ദൈവനീതി ശക്തിയോടെ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം. റോമർ 1:16 പറയുന്ന സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി ദൈവനീതിയായ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ഇവിടെയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്വയനീതിയും ദൈവനീതിയും തമ്മിൽ കൂട്ടിയുരസി മനുഷ്യൻ്റെ സ്വയനീതി താഴെ വീഴുകയും ദൈവത്തിൻ്റെ ദൈവനീതി ഒരു വ്യക്തിയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉറപ്പിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ എന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന, സംശയലേശമന്യേ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യക്തി. ഏത് വ്യക്തിയാണെന്നറിയാമോ? സ്വയനീതിയുടെ പടവിൽ നിന്ന് ഇറങ്ങി ദൈവനീതിക്കകത്ത് തന്നെ വിധേയപ്പെടുത്തി ദൈവനീതിയെ ഉള്ളത്തിൽ സ്വീകരിച്ച വ്യക്തിയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു നീതിമാൻ. അവനോടുള്ള വാഗ്ദത്തം ചുവടെ എഴുതുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഇന്ന് രാത്രി ഈ പ്രാഗൽഭ്യമുള്ള പദ്ധതിയിലേക്ക്, ഏതാ പ്രാഗൽഭ്യമുള്ള പദ്ധതി? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ഉറപ്പിലേക്ക്, തൻ്റെ ഇടത്തിലേക്ക് ഈ ഗ്രൗണ്ടിലിരിക്കുന്ന മുഴുവൻ പേരെയും കൊണ്ടുവരുവാൻ ഈ വചനത്തിന് കഴിവുണ്ട്, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഈ ശബ്ദസിമക്കകത്ത് മാത്രമല്ല, ഭൂലോകത്തിൻ്റെ 5 വൻകരകളിൽ ഈ സമയത്തും നാളുകൾക്ക് ശേഷവും കേൾക്കുന്ന ഒരൊറ്റ വ്യക്തിയെ പോലും വിടാതെ എല്ലാവരെയും സ്വാധീനിച്ച് ദൈവനീതിയിലേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ശക്തി ഞാൻ ഈ പറയുന്ന സന്ദേശത്തിനകത്തുണ്ട്. അത് സ്വയനീതിയെ പൊളിക്കും, അത് ദൈവനീതിക്കകത്ത് നമ്മെ കൊണ്ടുവരും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കും. എല്ലാ അഹന്തയെയും അഹങ്കാരങ്ങളെയും പൊളിച്ചു മാറ്റി നമ്മെ ഒരു നല്ല മനുഷ്യരാക്കി മാറ്റാൻ കഴിയുന്ന വേറൊരു സന്ദേശമില്ല. സുവിശേഷത്തിനകത്ത് ദൈവശക്തി ഒരു വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തരമാണ് അവൻ്റെ സ്വകാര്യ അഹന്തകളെ അഴിച്ചു മാറ്റി, തന്നിലെ ഞാനെന്ന ഭാവത്തെ അഴിച്ചു മാറ്റി. നാം കേട്ടിരിക്കുന്ന എല്ലാം, മദ്യപാനം ഒരു വ്യക്തി നിർത്തി, അത് സുവിശേഷത്തിൻ്റെ വലിയ കാര്യമാണ്. പുകവലി ഒരാൾ നിർത്തി, എന്നാൽ സുവിശേഷം കേൾക്കാതെ എത്രയോ പേർ പുകവലി നിർത്തിയിട്ടുണ്ട്. സുവിശേഷം കേൾക്കാതെ എത്രയോ പേർ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന പാലായിലെ ഒരു അച്ചായനുണ്ട്. അച്ചായൻ ഏതാണ്ട് 30-ലധികം വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. എന്നാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അദ്ദേഹം തീരുമാനിച്ചു, ഞാനിനി മദ്യപിക്കുകയില്ല. ഞങ്ങളുടെ കുടുംബക്കാരനാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഈ 1.5 വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു സുവിശേഷവും കേട്ടിട്ടില്ല. അപ്പോൾ സുവിശേഷം കൂടാതെയും മദ്യപാനം നിർത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിലുണ്ട്. സുവിശേഷത്തിൻ്റെ അട്രാക്ഷൻ കേവലം മദ്യപാനാസക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല. സ്വതന്ത്രമാക്കുന്ന ദൈവശക്തി മദ്യപാനാസക്തിയിൽ നിന്നും വ്യക്തികളെ സ്വാതന്ത്ര്യമാക്കും. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ സുവിശേഷത്തിനകത്ത് ദൈവശക്തി എന്നെയും നിങ്ങളെയും ഒരു കൊള്ളാവുന്ന മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സുവിശേഷത്തിനകത്ത് ദൈവശക്തി കടഭാരം മാറ്റുമോ? ഓഫ് കോഴ്സ് അത് മാറ്റും. പക്ഷെ സുവിശേഷത്തിനകത്ത് ദൈവശക്തി കടഭാരം മാറ്റുന്നതിന് മുമ്പേ കടമുള്ള വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും. ഹല്ലേലൂയ. അവൻ്റെ സ്വയനീതിയിൽ നിന്ന് ഇറക്കി ദൈവനീതിക്കകത്ത് കൊണ്ടുവരും. അവൻ്റെ ഹൃദയത്തിലെ സകല സ്വയനീതിയുടെ അഹന്തകളെയും അഹങ്കാരങ്ങളെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ദൈവനീതി കടന്നു വന്ന് ഇടിച്ച് തകർത്ത് പൊളിച്ച് ഉടച്ചു മാറ്റി അവൻ്റെ ഉള്ളിലേക്ക് ദൈവനീതി നിറച്ചിട്ട് ഹൃദയം നീതി കൊണ്ട് നിറയ്ക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. അതാ റോമർ 10:10 നമ്മൾ കണ്ടത്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഏറ്റവും ശക്തമായ രൂപാന്തരമാണ് ആ വ്യക്തിയുടെ ഹൃദയം ദൈവനീതി കൊണ്ട് നിറയുകയാണ്. എന്നോട് ചേർന്നെന്ന് പറയാമോ? ദൈവനീതി കൊണ്ട് നിറയുകയാണ്. ആവർത്തിച്ച് പറയൂ, ദൈവനീതി കൊണ്ട് നിറയുകയാണ്. സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവം നീതി കൊണ്ട് നിറയുകയാണ്. നിങ്ങൾക്കറിയാമോ? ഇങ്ങോട്ട് നോക്കൂ. മനുഷ്യൻ എന്ന വ്യക്തിയുടെ മുഴുവൻ ചലനങ്ങളും എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഹൃദയം തീരുമാനിക്കുന്ന അനുസരിച്ചാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ചലിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരാൻ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിച്ചു ഇന്നിതിന് പോകണമെന്ന്. ഇന്ന് ഞാൻ എത്ര പറഞ്ഞാലും കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കണം, കരമടിക്കണമെന്ന്. ഞാനിത് പറയുമ്പോൾ എന്നോട് പ്രതികരിക്കണമെങ്കിൽ ഞാൻ എത്ര പ്രതികരിപ്പിച്ചാലും നിങ്ങൾ പ്രതികരിക്കയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കണം. സോ മനുഷ്യനെ നിയന്ത്രിക്കുന്നവൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ദൈവനീതി നിറഞ്ഞാൽ എങ്ങനെ നിയന്ത്രിക്കപ്പെടുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. സ്വാഭാവികമായും അവൻ്റെ പ്രവൃത്തി നീതിയുടെ പ്രവൃത്തിയായി മാറും. അവൻ്റെ ചിന്ത നീതിയുടെ ചിന്തയായി മാറും.
അവൻ്റെ പ്രവൃത്തി നീതിയുടെ പ്രവൃത്തിയായി മാറും. അവൻ്റെ ചിന്ത നീതിയുടെ ചിന്തയായി മാറും. അവൻ്റെ വാക്ക് നീതിയുടെ വാക്കായി മാറും. എങ്ങനെ ഇത് സംഭവിക്കും? ഇത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണ്. സുവിശേഷത്തിനകത്തൊരു ദൈവശക്തിയുണ്ട്. സുവിശേഷത്തിനകത്ത് ദൈവശക്തി ഒരു വ്യക്തിക്കുള്ളിലേക്ക് ദൈവനീതിയെ കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന നീതി അവനിൽ ഭരണം തുടങ്ങും. താൻ അറിയാതെ താൻ നീതി പ്രവൃത്തി തുടങ്ങും. അതാണ് നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ വ്യക്തികൾ ഉണ്ടാകുന്ന മാറ്റം. നമ്മൾ കണ്ടിട്ട് ചോദിക്കുക, അയ്യോ ഇവൻ എങ്ങനെയാ ഇങ്ങനെ മാറിയത്? വാസ്തവത്തിൽ ഇവനെ മാറ്റിയത് സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിയാണ്. ദൈവശക്തി എന്താ ചെയ്തത്? സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി ആ വ്യക്തിക്കകത്തുണ്ടായിരുന്ന സ്വയനീതിയിൽ അന്തർലീനമായിരുന്ന സകലത്തെയും പൊളിച്ച് ഇറക്കി. ഹല്ലേലൂയ. ദൈവനീതിയുടെ വലിയ കൃപയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ ഗ്രൗണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹിതരെ, എത്ര സ്വഭാവത്തിൽ അന്തർലീനമെന്നും എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നും നിങ്ങളും ഞാനും ആവർത്തിച്ചു പറയുന്ന ഏത് മാരക വിഷയത്തെയും ഇന്ന് രാത്രി വേരോടെ പറിക്കുവാൻ ഹൃദയത്തിൽ വരുന്ന ദൈവശക്തി വഹിക്കുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ വായി സംസാരിക്കുന്നത്. അശ്ലീല സംസാരം എൻ്റെ അധരത്തിൽ നിന്ന് മാറുന്നത് എൻ്റെ ഹൃദയം ദൈവനീതി കൊണ്ട് നിറയുമ്പോഴാണ്. അശ്ലീല ചിന്ത എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്നത് എൻ്റെ ഹൃദയം നീതി കൊണ്ട് നിറയുമ്പോഴാണ്. ഹല്ലേലൂയ. നല്ല ചിന്ത കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നത്, നല്ല ചിന്ത കൊണ്ട് ഞാൻ എന്ന വ്യക്തി നിറയുന്നത് എൻ്റെ ഹൃദയം നീതി കൊണ്ട് നിറയുമ്പോഴാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്ന് രാത്രി ഞാൻ അവതരിപ്പിക്കട്ടെ, സുവിശേഷത്തിനകത്ത് ദൈവശക്തി ഒരു വ്യക്തിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രിയയാണ്. ആ വ്യക്തിയെ സ്വയനീതിയിൽ നിന്ന് ഇറക്കും. കാരണം സുവിശേഷം വിശ്വസിക്കുമ്പോൾ റോമർ 10 പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. കരമുയർത്തി എന്ന് പറയാമോ? ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി. അതാണ് നീതിക്ക് വേണ്ടി. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കുക. എൻ്റെ ദൈവമേ, അങ്ങയുടെ നീതി എന്നിൽ വരാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തി ദൈവനീതിയെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥ രൂപാന്തരം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. അവൻ്റെ ഹൃദയം നീതി കൊണ്ട് നിറഞ്ഞു, അവൻ്റെ വാക്ക് നീതി കൊണ്ട് നിറഞ്ഞു, അവൻ്റെ നോട്ടം നീതിയുടേതായി മാറി, അവൻ്റെ പ്രവൃത്തി നീതിയുടേതായി മാറി. എങ്ങനെ ഈ മാറ്റം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു? സുവിശേഷത്തിനകത്ത് ദൈവശക്തിയാണ്. സുവിശേഷത്തിനകത്ത് ദൈവശക്തിയാണ് ഇത് ചെയ്യുന്നത്. അതാ റോമർ 1:16-17 ഒരുമിച്ച് എഴുതിയപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എഴുതിയത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം ആ വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട് ലജ്ജയില്ല? വിശ്വസിക്കുന്ന ഏവനും ഇത് ദൈവശക്തിയാണ്. ആദ്യം യഹൂദന്, പിന്നെ യവനന്. വിശ്വസിക്കുന്ന ഏവനും ഇത് ദൈവശക്തിയാണ്. ഷൈനി അവിടെ നിന്ന് കർത്താവിനെ കാണിച്ച കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ സൈഡിൽ, ഇവിടെ ഇങ്ങോട്ട് കണ്ണു തുറന്ന് ഇവിടെ ഈ സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബൾജ് ചെയ്ത് പുറത്തേക്ക് ബൾബ് പോലെ നിൽക്കുന്ന ഒരു കട്ടിയുണ്ട് ഇവിടെ. എന്നിട്ട് അതിങ്ങനെ സ്വല്ല് ചെയ്ത് പുറത്തേക്ക് നിൽക്കുക, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുക. ചുമ്മാ ഇങ്ങനെ പുറത്ത് ഇപ്പോൾ തൊടാൻ കഴിയും. അത്ര സൈഡിലാതെ ആ സൈഡിൽ അത് തന്നെ അതിലൊന്നിങ്ങനെ പിടിച്ചോണേ. ജീസസ്. ഇത് നേരിട്ട് അടുത്ത് ക്ലോസ്ഡ് ആയിട്ട് കാണേണ്ടവർക്ക് നേരിട്ട് വന്ന് കാണാം. കർത്താവ് ഇപ്പോൾ ഇതിനെ അപ്രത്യക്ഷമാക്കാൻ പോകും. യേശു ഇപ്പോൾ അതിനെ എടുക്കാൻ പോകും. ലോർഡ് ജീസസ്, ഈ മകൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഇവൾക്ക് വേണ്ടി അങ്ങയുടെ മഹത്വം ഇറങ്ങി വരണമേ. ജീസസ്. ഷൈനിക്ക് വേണ്ടി യേശുവിൻ്റെ മഹത്വം ഇറങ്ങുന്നുണ്ട്. ഷൈനി യേശു തൊടുന്നുണ്ട്. ഇന്ന് എന്നോട് കർത്താവ് പറയുന്നു, ആള് മാറിയവളെ പോലെ ഈ മകളെ ആക്കി മാറ്റുന്ന അഭിഷേകമായി മകളുടെ മേൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സർജറിയും ഈ മകൾക്ക് വേണ്ട. വേരോടെ പറയട്ടെ, വേരോടെ പറയട്ടെ. നോക്കൂ, ഈ ശരീരത്തിലേക്ക് ശക്തി ഇറങ്ങുന്ന എല്ലാവരും കണ്ണു തുറന്ന് കാണൂ. ആരാധന, കാരുണ്യവാനായ കർത്താവേ ആരാധന, കർത്താവേ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഓ യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഓ യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഓ സ്തോത്രം ചെയ്തോ. സംഭവിച്ചുകൊണ്ടിരിക്കുക. നോക്കിക്കോ, ഞാൻ വെറുതെ പറയുന്നതാണോ? നോക്കിക്കോ. ശരിക്കും നോക്ക്. വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.